എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ വൃശ്ചികരാശി സുഹൃത്തുക്കളെ, ശ്രീധരിയൻ ചാനലിൻ്റെ ഒക്കെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താണ് വൃശ്ചികരാശി സുഹൃത്തുക്കളെ എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അപമാനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും സഹിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളാണ് വൃശ്ചികരാശി സുഹൃത്തുക്കൾ. ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ. എന്ന് വെച്ചാൽ കാലപുരുഷൻ്റെ 8ാം ഭാവമായ വൃശ്ചികരാശി എന്നും വളരെ അഗാധമായി ചിന്തിക്കുന്നവരും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവരും എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുന്നവരും കുടുംബത്തിന് വേണ്ടി മാക്സിമം അവരെക്കൊണ്ട് കഴിയുന്നത് മാതിരി അവർ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരും, എന്നാൽ എല്ലാത്തിൽ നിന്നും മാറി ഒരു വല്ലാത്ത വേദന അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനെന്താ ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, ഓരോ വൃശ്ചികരാശിക്കും ഓരോ തരത്തിലുള്ള വേദനകളായിരിക്കും. സുഹൃത്തുക്കളെ, ഇതിനൊക്കെ കാരണം എന്താണ്? നമുക്കതിനൊന്ന് ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. കാരണം ഒന്ന്, കാലപുരുഷൻ, അതായത് മേടം മുതൽ 12 ഭാവങ്ങളായ മീനം വരെയുള്ള 12 ഭാവങ്ങൾ, അതാണ് കാലപുരുഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമുക്കത് ശ്രീപത്മനാഭസ്വാമി എന്നേ പ്രതീക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ ആ ഒരു കാലപുരുഷൻ്റെ ആ ഒരു ഇത് മീനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. മീനം എന്ന് പറഞ്ഞ ഭഗവാന്റെ കാൽപാദമാണ്. അവിടെയാണ് ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നത്, അവിടെയാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മീനൻ രാശിയിൽ ശുക്രൻ ഉച്ചത്തിലാണെന്ന് പറയുന്നത്. ഭഗവാന്റെ കാൽപാദം മീനമാണ് എന്ന് നമുക്കറിയാം. അപ്പം മേടം തല, അപ്പോൾ അത് മുതൽ നമ്മളങ്ങോട്ട് ചിന്തിച്ച് നോക്കിയേ, അതിൻ്റെ 8ാമത്തെ ഭാവത്തിലാണ് ഈ വൃശ്ചികരാശി നിൽക്കുന്നത്. 8 എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ന്യൂമറോളജി പ്രകാരം പറയും ശനി ഭഗവാന്റെ നമ്പറാണെന്ന്. സത്യമാണ്. അത് എവിടെ നിന്ന് തുടങ്ങുന്നോ അവിടെ തന്നെ വന്ന് അവസാനിക്കും. എല്ലായിടത്തും ചുറ്റിയിട്ട് ആ 8 എന്ന് പറയുന്ന പോയിൻ്റ്, ആ സെൻട്രൽ പോയിന്റിലേക്ക് വീണ്ടും അവസാനിക്കുന്ന ഒരു നക്ഷത്രമാണ്, രാശിയാണ് വൃശ്ചികരാശി. ഈ വൃശ്ചികരാശിയിലുള്ള പ്രേക്ഷകർക്ക്, കൂട്ടുകാർക്ക് ഒരു കാര്യം ഞാൻ അവരോട് പറയാനുള്ളത്, ആദ്യമേ പറയട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദൈവത്തിനെ, അത് ഏത് മതത്തിലുള്ളവരായാലും ശരി, ആരായാലും ശരി, അവരവരുടെ ദൈവത്തിനെ ആത്മാർത്ഥമായിട്ട് പൂജിക്കണം. വളരെ കഷ്ടപ്പാടുകളുണ്ടാവും, വളരെ വേദനകളുണ്ടാവും, എന്നാലും അതിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ മഹാകാളിയെ പൂജിക്കുക. മറ്റ് സഹോദരന്മാർ അവരവരുടെ ആ ഭഗവാനെ മനഃപൂർവ്വം പൂജിക്കുക. ക്രിസ്തീയ സഹോദരർക്ക് ഒരു 8 കാൻഡിൽ ശനിയാഴ്ച ഭഗവാന് കൊടുത്ത, അതായത് ജീസസിന് ആൾത്തറയിൽ വെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പ്രയോജനം ഉണ്ടാകും. മനസ്സിലായില്ലേ? അതുപോലെ മുസ്ലിം സഹോദരർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അവരെ ആ ഒരു വേദനയിൽ നിന്ന്, മനോവേദനയിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിലും ആ വേദന അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അവർക്ക് കൊടുക്കും. പിന്നെ സുഹൃത്തുക്കളെ, ഞാനിപ്പം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് 2025 ഈ വൃശ്ചിക രാശിക്ക് കേതു ഭഗവാന്റെ വരവ് ഒന്ന് സൂക്ഷിക്കണേ. എല്ലാം കൊണ്ടും നല്ലതാണ്. മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഭഗവാനായാലും ഗുരു ഭഗവാനായാലും എല്ലാവരും നല്ലതാണ്. ഇവൻ രാഹുവും വന്നിട്ട് നന്നായിട്ട് തന്നെയായിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ചെയ്യത്തില്ല. 8, അതായത് വൃശ്ചികരാശിയുടെ നക്ഷത്രങ്ങളായ അനിഴത്തിനായാലും ശരി, കേട്ടയ്ക്കായാലും ശരി, വിശാഖത്തിനായാലും ശരി, നല്ല പൊസിഷൻ തന്നെയാണ്. വിശാഖത്തിന് 6ാമത്തെ നക്ഷത്രമാണ്, കേട്ടയുടെ 8ാമത്തെ നക്ഷത്രത്തിലാണ്, അനിഴത്തിൻ്റെ 9ാമത്തെ നക്ഷത്രത്തിലാണ്, 7ാമത്തെ നക്ഷത്രത്തിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ വളരെ മൈത്രധാരയും മറ്റ് ദൈവാനുകൂലധാരയൊക്കെയാണ്. അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ
ആലോചിക്കുക. 22ാമത്തെ നക്ഷത്രത്തിലാണ് കേട്ടയ്ക്ക് പിന്നെ അതായത് കേട്ടയുടെ പിന്നെ 22ാമത്തെ നക്ഷത്രമായ ഉത്തരത്തിലാണ് ഇനിയും വന്നിട്ട് പിന്നെ കേതു ഭഗവാൻ വരുന്നത്. നമുക്കറിയാം കേതു ഭഗവാൻ എന്ന് പറയുന്നത് ഒരു സിസറാണ്, അബ്സല്യൂട്ട്ലി എ സിസർ. എതിനെയും ഖണ്ഡിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പണി. അതുപോലെ തന്നെ രാഹു എന്ന് പറഞ്ഞാൽ എതിനെയും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് പണി. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ അത് 22 എന്ന് പറഞ്ഞാൽ 4 ക്ഷേമധാര എന്നൊക്കെ പറഞ്ഞാലും അത് കേട്ട നക്ഷത്രത്തിൻ്റെ വൈനാശിക നക്ഷത്രമാണ്. സുഹൃത്തുക്കളെ, വൈനാശിക നക്ഷത്രം എന്ന് പറയുന്നത് നമ്മളെ വന്നിട്ട് എന്താ പറയുന്നത്, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് തരും. എന്ന് പറഞ്ഞാൽ വളരെ ഇതെല്ലാം വിശ്വസിക്കാവുന്ന മാതിരി നമ്മളെ കൊണ്ടുപോകും. അതായത് നമ്മളെ കൂടെ നടന്ന് കാലേ ചവിട്ടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അവിടെയാണ് വൈനാശിക നക്ഷത്രം ഉള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കേട്ടയ്ക്ക് കുറച്ച് നാളെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് പോകണം, വളരെ അതുകൊണ്ട് സുഹൃത്തുക്കളെ, കേട്ട വളരെ സൂക്ഷിച്ച് പോകണം. പലതരത്തിലുള്ള ചതികളിലും പെടാൻ ചാൻസ് ഉണ്ട്. എല്ലാം നല്ലതാണ്, നന്നായിട്ടേ പോവുള്ളൂ, സമ്പത്തൊക്കെ കിട്ടും, ഇതുവരെയുള്ള അർത്ഥാഷ്ടമ ശനിയിൽ നിന്ന് വെളിയിൽ വന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ വളരെ കാര്യങ്ങൾ വിശ്വസിച്ചേ ചെയ്യാവൂ. സുഹൃത്തുക്കളെ ആയാലും ശരി, ആരായാലും ശരി, നമ്മൾ സൂക്ഷിക്കണം. ചില കാര്യം പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ നമ്മൾ പോയി പെടാതെ നോക്കണം. നിറയെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം. കേട്ട നക്ഷത്രത്തിൻ്റെ ഈ വൈനാശികത്തെപ്പറ്റി ഞാനിതുവരെ പറഞ്ഞില്ല, പഴയ വീഡിയോകളിൽ പറയാൻ വിട്ടുപോയി. അപ്പം അതിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നല്ലതാണ്. പിന്നെ അനീട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം, അനീട നക്ഷത്രത്തിന് ഒരു ശനി ഭഗവാന്റെ 9, 10 എന്നീ ഭാഗത്തിലുള്ള നക്ഷത്രങ്ങളിലേക്കും ഞാൻ ഈ പറയുന്ന എല്ലാം സ്റ്റെല്ലർ അസ്ട്രോളജി എന്ന് പറയും, നക്ഷത്ര അസ്ട്രോളജി വെച്ചിട്ടാണ്. നമുക്കറിയാമല്ലോ, പഞ്ചാംഗത്തിൽ 5 തരമുണ്ട്. 5, അതായത് വാരം, തിഥി, നക്ഷത്രം, യോഗം, കരണം എന്ന് പറയും. നമ്മൾ ഈ 5ഉം കൂടെ ചേർത്ത് ജാതകം പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. പിന്നെ ഓരോ തരത്തിലുള്ള ഇതിനെ ഓരോന്നിനെയും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഉദ്ദേശിക്കുന്ന സ്റ്റെല്ലർ അസ്ട്രോളജി എന്ന് പറയും. ഇതാണ് കൂടുതലും വെസ്റ്റേൺ കൺട്രീസിലെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത്, സ്റ്റെല്ലർ അസ്ട്രോളജിയാണ്. ഈ സ്റ്റെല്ലർ അസ്ട്രോളജി ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ ശാസ്ത്രം കൂടുതൽ പറഞ്ഞു വരുന്നത്. നമ്മുടെ ആചാര്യന്മാരാൽ ഇത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൃഷ്ണമൂർത്തി KP, അദ്ദേഹം വന്നിട്ട് ഇതിനെ നല്ല ഡെവലപ്പ് ചെയ്ത് KP അസ്ട്രോളജി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ, സ്റ്റെല്ലർ അസ്ട്രോളജി ആ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. സോ ഇത് കുറച്ചുകൂടെ നമുക്ക് അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. അതുപോലെ നമുക്ക് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സൊല്യൂഷൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കർണനാഥൻ എന്ന് പറഞ്ഞ്, ഈ കർണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പറയാം 5 ഭാഗങ്ങളെന്ന് പറഞ്ഞില്ലേ, ഇതിൽ വന്ന് വാരം, തിഥി, നക്ഷത്രം, യോഗം, കരണം എന്ന് പറയില്ലേ. ഈ കരണമാണ് എന്താ മാക്സിമം. അതായത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ കർണനാഥത്തിന് കഴിയും. അതുകൊണ്ട് കരണനാഥന് കഴിയും. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ കർണനാഥനെ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം കർണനാഥനെ കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുണ്ട്. അതൊരു കാൽക്കുലേഷൻസും നക്ഷത്രത്തിൻ്റെ അവസ്ഥയൊക്കെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ കർണനാഥനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ തൈത്തുലക്ക് കരണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. കരണമെന്ന് പറയുന്നത് നമ്മുടെ തിഥിയെ വന്നിട്ട് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്താണ്. അതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഉള്ളോട്ട് ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമല്ല. എന്നാലും കർണനാഥനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഒരു ജാതകത്തിലെ കർണനാഥനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, കർണനാഥനെ നമ്മളങ്ങോട്ട് കയ്യിലെടുത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ബാക്കി എല്ലാ. കാരണം വന്നിട്ട് നമ്മളെ എല്ലാത്തിനും മറ്റ് ദോഷങ്ങളുണ്ടെങ്കിൽ, തിരിദോഷം ഉണ്ടെങ്കിലും ശരി, അല്ല മറ്റ് ദോഷങ്ങളുണ്ടെങ്കിലും ശരി, കർണനാഥനെ കൊണ്ടത് അത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏറെക്കുറെയൊക്കെ ശരിയുമാണ് കേട്ടോ. അപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അല്ല, തൃക്കേട്ട നക്ഷത്ര ജാതനായ ഒരു ആൾ തൈത്തുല കരണത്തിലാണ് ജനിച്ചതെന്ന് വെച്ചോളൂ. തൈത്തുല കരണം എന്ന് പറഞ്ഞാൽ കർണത്തിൻ്റെ പല കരണങ്ങളുണ്ട്. അതിൽ തൈത്തുല കരണത്തിലാണെന്ന് വെച്ചു. തൈത്തുല കരണത്തിൻ്റെ ദേവതയെന്ന് പറയുന്നത് ബ്രഹ്മപുരീശ്വരർ ടെമ്പിളിലുള്ള മൂദേവി അല്ലത്,
ചേട്ടത്തി, ജ്യേഷ്ഠാ ഭഗവതി എന്ന് പറയും. നമ്മളത് മൂദേവിയാന്നൊക്കെ തെറ്റിദ്ധരിക്കരുത്. ജ്യേഷ്ഠാ ഭഗവതി എന്ന് പറയും. അതായത് എല്ലാ ദേവികൾക്കും പണ്ട് കാലത്ത്, അതായത് ഏകദേശം ഹിന്ദു സംസ്കാരമൊക്കെ ഉണ്ടായ സമയത്ത് പല ഈ ജ്യേഷ്ഠാദേവിയെ പലരും പൂജിച്ചിരുന്നു. അന്ന് ഈ അഗ്രികൾച്ചർ, അതായത് പിന്നെ കൃഷിസ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കാനും അന്നത്തെ കാലത്ത് ജ്യേഷ്ഠാ ഭഗവതിയായിരുന്നു പൂജിച്ചിരുന്നത്. പിന്നീട് അതെന്തോ പല തെറ്റിദ്ധാരണകളിലും ജ്യേഷ്ഠാ ഭഗവതി ആ മൂദേവിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പതുക്കെ തള്ളി. അതിന് പല കാരണങ്ങളും ഉണ്ട്. കൾച്ചറൽ പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ആ ജ്യേഷ്ഠാദേവിയാണ് തൈത്തുലക്കർണത്തിൻ്റെ പിന്നെ അധിപത. നമ്മൾ അവിടെ ബ്രഹ്മപുരീശ്വര ടെമ്പിളിൽ പോയി തൈത്തുല ഭഗവതി ആ ജ്യേഷ്ഠാ ഭഗവതിയെ പോയി തൊഴുത് കഴിഞ്ഞാൽ നമ്മളുടെ കർണനാഥൻ ആക്ടിവേറ്റ് ആവും. പക്ഷേ കർണനാഥൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ജാതകത്തിൽ ശുക്രൻ്റെ സ്ഥിതി ആലോചിക്കണം. ശുക്രൻ വന്നിട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ട് ബാധകത്തിലാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അന്ന് യൂട്യൂബിൽ പറഞ്ഞു കർണനാഥനാണ്, തൈത്തുലക്കർണനാണ് എനിക്ക്. അപ്പം തൈത്തുലക്കർണത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ നേരെ ജ്യേഷ്ഠാഭഗവതിയെ കാണുമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ജാതകത്തിൽ ശുക്രൻ നെഗറ്റീവായിട്ടോ ബാധകാധിപതിയായിട്ടോ ഇരിക്കുകയാണെങ്കിൽ അത് പണി കിട്ടും. അപ്പം അതിനൊക്കെയുള്ള നല്ല അറിയാവുന്ന ഒരു ജ്യോതിഷാചാര്യനെ കണ്ട് വളരെ ആലോചിച്ചിട്ട് വേണം പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ. നമ്മുടെ ഗ്രഹത്തിൻ്റെ ബലം നോക്കണം. നമ്മുടെ ജാതകത്തിലെ ഗ്രഹബലം തീർച്ചയായിട്ടും നോക്കണം. ഈ ഗ്രഹബലം അറിയാതെ പോയി ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? പലരും അതിനോട് വിയോജിക്കാം, പക്ഷേ ഇതാണ് സത്യം. സത്യത്തെ നമുക്ക് അങ്ങനെ അങ്ങ് ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലർക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതായത് ചില ക്ഷേത്രങ്ങളിൽ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് ചില പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിനെന്താ കാരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഭഗവാന്റെ ബുദ്ധിമുട്ട്, ഭഗവാനാണോ അത് ചെയ്തു തരുന്നത്? തീർച്ചയായിട്ടും അല്ല. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചെയ്തിരിക്കുന്നത്, അവിടെ വന്നിട്ട് ആ മൂർത്തിയെ പിന്നെ വയ്ക്കുമ്പം ചില യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാണ് യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എനർജിയെ അബ്സോർവ് ചെയ്യാനായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം തിരുപ്പതിയിൽ ശ്രീയന്ത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത്, ആദിശങ്കരാചാര്യനാൽ സ്ഥാപിച്ചതാണ്. അതുകൊണ്ടാണ് അവിടെ പൈസ കൂടുന്നതൊക്കെ വന്നു ചേരുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലും ആ മൂർത്തിക്ക് ഓരോ പ്ലാനറ്റ്, ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചില എനർജീസ് അവിടെ പിന്നെ തകിടുകളിൽ എഴുതി അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പൂജ ചെയ്യുക ആ എനർജി വന്നിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും, അത് ശക്തിമത്താകും. അവിടെ പോകുമ്പോൾ നമുക്ക് ആ എനർജി ഷെയർ ആകും. ഇതൊന്ന് മനസ്സിലായിക്കോളൂ. ഇതൊരു സയൻസ്, ഈ ഒരു സയൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് എന്താ സംഭവിക്കുക? അവിടെ ചെല്ലുമ്പം ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഞാൻ പറയുകയാണ്, ഒരാളുടെ ജാതകത്തിൽ ബുധൻ വന്നിട്ട് വീക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശമായ സ്ഥിതിയിലാണ്, നീചത്തിലാണോ, ഏതെങ്കിലും തരത്തിൽ ബാധകാധിപതിയാണ്, എന്തെങ്കിലും തരത്തിൽ ആയിക്കോട്ടെ, അവിടെ അദ്ദേഹം പോയിട്ട് ഒരു ബുധൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ എന്താ സംഭവിക്കുക? ഉടനെ എനർജി വന്നിട്ട് കോമ്പൻസേറ്റ് ആകത്തില്ല. അതെന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലത് ഓപ്പോസിറ്റ് എന്നല്ല എൻ്റെ അർത്ഥം. അതായത് നമ്മളെ വന്നിട്ട് ആ എനർജി വന്നിട്ട് ശരിയാക്കാനായിട്ട് ശ്രമിക്കും. അവിടുത്തെ ഉള്ള ബുധൻ്റെ എനർജി നമ്മുടെ കയ്യിലുള്ള വീക്ക്നെസ് ആയിട്ടുള്ള എനർജിയുമായിട്ട് ഇത് ചെയ്യുമ്പം, റിഫ്ലക്ഷൻ വരുമ്പം അല്ലെങ്കിൽ മിക്സ് ആകുമ്പം ഒരു തരത്തിലുള്ള ഒരു എനർജി ഇതുണ്ടാകും. നമുക്കത് സയൻസ് ഫിസിക്സൊക്കെ അറിയുന്നവർക്ക് അറിയാം. രണ്ട് റേസ്, ഒരേമാതിരിയുള്ള റേസ് എങ്ങനെയാണ് അത് വർക്കാവുന്നത്, നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള റേസ് എങ്ങനെ വർക്കാകും എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ ഇവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ എന്താകുക സംഭവിച്ചത്? നമ്മുടെ ശരിക്കും ഭഗവാൻ, അവിടെ ഇരിക്കുന്ന ഭഗവാൻ നമ്മളെ ഉപദ്രവിക്കാനല്ല, അല്ലെങ്കിൽ ആ എനർജി നമ്മളെ ഉപദ്രവിക്കാനല്ല ചെയ്യുന്നത്, നമ്മളെ നന്നാക്കാൻ, നമ്മുടെ ദോഷങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കും. ഈ ദോഷങ്ങൾ മാറ്റണത് നമ്മൾക്ക് കർമ്മദോഷങ്ങളായിരിക്കും ചിലപ്പോൾ ഉള്ളത്. ആ പർട്ടിക്കുലർ കർമ്മദോഷം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതുകൊണ്ടാണ് ചിലർക്ക് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വന്നാൽ വീട്ടിൽ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ സർവ്വസാധാരണങ്ങളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ക്ഷേത്രത്തിലെ ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ, അങ്ങനെയൊന്നും അല്ല. നമ്മൾക്ക് നമ്മുടെ ദോഷങ്ങൾ മാറ്റാനായിട്ടുള്ള ഒരു പോംവഴി കൊണ്ട് ഉണ്ടാകുകയാണ്. മനസ്സിലായില്ലേ? ഇതിന് പലരും വന്നിട്ട് വിയോജിക്കാം, പക്ഷേ ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ അതാണ്. ഞങ്ങളൊക്കെ ആയിരക്കണക്കിന് ജാതകങ്ങൾ പല ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്.
അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ അപ്പോൾ നമുക്ക് ബുധൻ്റെ ക്ഷേത്രത്തിൽ പോകരുതെന്നാണ് പറയുന്നത്. ബുധൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോകരുതെന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല. ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയാലേ നമ്മൾ ശരിയാവുള്ളൂ. പക്ഷേ നമ്മൾ അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് പോകണം. നമുക്ക് ആ ദോഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇത് വന്ന് മാറി നമ്മുടെ പിന്നെ ജാതകത്തിലുള്ള ആ ബുധൻ്റെ ദോഷങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അവിടെ പോകാൻ. അങ്ങനെ വരുമ്പോൾ എന്താകുമെന്ന് വെച്ചാൽ ബുധൻ ബലപ്പെടുമ്പോൾ നമ്മുടെ ജാതകത്തിലെ ബുധൻ്റെ ദോഷം മാറും. അങ്ങനെയാണ് അതിൻ്റെ സയൻസ് അതാണ്. അപ്പോൾ നമ്മൾ അതൊന്നും അറിയാതെ പോയി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരിഹാരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞ് പരിഹാരത്തിന് പോകരുതേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണാതെ ഏതെങ്കിലുമൊക്കെ മരുന്നെടുത്ത് വിഴുങ്ങാൻ പറ്റുമോ? വിഴുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും അല്ലേ? അത് ആ ഡോക്ടർക്കേ അറിയത്തുള്ളൂ എന്താണെന്ന്. അതിനെപ്പറ്റി അറിയുന്നവർക്കേ അറിയത്തുള്ളൂ. ഏത് സബ്ജക്റ്റായാലും, ഡോക്ടറായാലും ഏത് സബ്ജക്റ്റായാലും. അപ്പം അതനുസരിച്ച് അതിനെപ്പറ്റി അറിയുന്ന വ്യക്തികളെ പോയി കണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാവൂ. കാരണം അവരാദ്യം നോക്കുന്ന ഗ്രഹങ്ങളുടെ ബലമാണ്. ഗ്രഹബലം നോക്കാതെ ഒരു ജ്യോത്സ്യനും ജാതകം നോക്കത്തില്ല. എല്ലാവരും അത് ചെയ്യുന്നത് ഗ്രഹബലം നോക്കുക. അതൊന്നും നമുക്ക് പിന്നെ ഒരു ഗോചരഫലത്തിലോ അല്ലെങ്കിൽ ഒരു ദശാഫലത്തിലോ ഒന്നും ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വേണ്ടിയമാതിരി തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വലുതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, കേട്ട നക്ഷത്രത്തിന് വൈനാശികത്തിലുള്ള ഉത്തരത്തിലായി പോയതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ആദിത്യനെ, അതായത് സൂര്യഭഗവാനെ ദിവസവും രാവിലെ തൊഴുതിട്ട് പോകുക. കാരണം ഉത്തരത്തിൻ്റെ നാഥൻ വന്നിട്ട് സൂര്യനാണ്. ആ സൂര്യൻ വന്നിട്ട് സൂര്യ ഭഗവാനെ ഒന്ന് മനഃപൂർവ്വം, ഭഗവാനെ എന്നെ വഴി കാട്ടണം, എനിക്ക് ആവശ്യമില്ലാത്തതിലൊന്നും പോയി പെടരുതെന്ന് പറഞ്ഞ് ദിവസവും രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ സൂര്യനെ നേരിട്ടൊന്നും നമുക്ക് എല്ലായിടത്തും നിൽക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് രാവിലെ എണീച്ച് സൂര്യനെ കാണാൻ പറ്റാത്തവരതിന് കുഴപ്പമില്ല. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നൊന്ന് മനഃപൂർവ്വം ചിന്തിച്ചാൽ മതി, അതുകൊണ്ടുള്ള ഫലം കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോ ചുരുക്കുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ പിന്നെ വീഡിയോകളിൽ നിങ്ങൾക്ക് ഉചിതമല്ലാത്ത കാര്യങ്ങളോ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ലാത്ത കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. കാരണം അത് എൻ്റേതായിട്ടുള്ള ചിന്തകളും എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരുടെ വഴികളുമാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു പക്ഷേ നമുക്ക് ചിലർക്ക് ചില പ്രേക്ഷകർക്ക് ഡൈജസ്റ്റ് ആകാത്ത കാര്യങ്ങളും പറയും. അത് ദയവ് ചെയ്ത് ക്ഷമിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ചിന്തകളിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.